വടകര നഗരസഭയിലെ 36-ാം വാർഡ് കറുകയിൽ തിരഞ്ഞെടുപ്പ് വിജയാഘോഷ ആഹ്ലാദ പ്രകടനത്തിനിടെ SDP സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പടക്കം പൊട്ടിച്ചതായി പരാതി. UDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഭവം. വിജയിച്ച സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടതായാണ് പരാതി. വീട്ടിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കും 2 വയസ്സുള്ള മകനും ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇവർ വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് വൈകിട്ട് കറുകയിലെ 36-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ആഹ്ലാദ പ്രകടനവുമായിട്ട് ബന്ധപ്പെട്ട് താഹയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും വീട്ടിൽ കോമ്പൗണ്ടകത്ത് കയറി അവിടെയുള്ള സാധന സാമഗ്രികൾ തല്ലി തകർക്കുകയും അതിൻ്റെ ശബ്ദവും സ്ഫോടക വസ്തുവിൻ്റെ മരുന്ന് പ്രയോഗമൊക്കെ താഹയുടെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായിരിക്കുകയാണ്. ഇത് തീർത്തും മുസ്ലിം ലീഗിൻ്റെ വളരെ കൃത്യമായ പ്ലാൻ ചെയ്തിട്ടുള്ള അക്രമമായിട്ടാണ് പാർട്ടി ഇതിന് വിലയിരുത്തുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളും ജനകീയ ചെറുത്തുനിൽപ്പും ഉണ്ടാകുമെന്ന് പാർട്ടി ഉറപ്പ് നൽകുകയാണ്. വൈകുന്നേരം ലീഗിൻ്റെ വിജയാഹ്ലാദ പ്രകടനം പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരികയും വീട്ടിലേക്ക് കയറി എൻ്റെ വീട്ടിലെ ചട്ടി പൊളിക്കുകയും പടക്കം അവിടെ വെച്ച് കത്തിക്കുകയും അങ്ങനെ അവിടെ ചെറുങ്ങനെ തീ പിടിക്കുകയും അങ്ങനെ ഭാര്യ പേടിച്ച് ഭാര്യയും ചെറിയ 2 വയസ്സുള്ള മോനും മാത്രമായിരുന്നു വീട്ടിലുള്ളത്. അപ്പോൾ അവിടെ അവർ ഭയങ്കര മകന് ഒരു 1-2 വട്ടം ഛർദ്ദിക്കുകയും ഈ പടകം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഈ സ്മെല്ല് മകനിക്ക് അടിക്കുകയും ചെയ്തിട്ട് മോനെന്തായി 2 വട്ടം ഛർദ്ദിക്കുകയും അവൾ തല കറങ്ങി വീഴുകയൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഡോക്ടറെ കണ്ടതാണ്. ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഛർദ്ദിയുടെ മരുന്നും ഇതൊക്കെ തന്ന് ഇതായിട്ടുള്ള ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് പിന്നെ ഒന്നുകൂടി വീണ്ടും കാണിക്കാൻ വേണ്ടി ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അവർ വരുമ്പോൾ നാസിക് ഡോള് PP അങ്ങനെ കുറേ ശബ്ദകോലാഹലങ്ങളായിരുന്നു. ഭയങ്കരമായ സൗണ്ടായിരുന്നു. സൗണ്ട് കേട്ടിട്ട് പിന്നെ ഭാര്യയും മോനും ആകെ പാനിക്കായി. അങ്ങനെ എന്തായി ഫുള്ള് ഒരു ഭയങ്കര ഉഗ്ര ശബ്ദമായിരുന്നു. ഭയങ്കരമായ ശബ്ദമായിരുന്നു. ശബ്ദം കേട്ടിട്ട് മോനെന്തായി ആകെ ബേജാറായിട്ട് ഇതായി. പിന്നെ ഭാര്യ ആയിക്കൊണ്ടേ അതിലും അവളും ബേജാറായി, ഫുള്ള് ടെൻഷനായി. അങ്ങനെ ആകെ അവിടെ ഒരു കൊയഞ്ഞു വീഴുന്ന ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം മകന് 2 വട്ടം ഛർദ്ദിക്കുകയായിരുന്നു. ഛർദ്ദിച്ചതാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എന്തായി കൊണ്ടുപോകുന്നത്. Charitra Vivag Bridal Collections by Shobhika Wedding.